സ്വന്തം മകൻ്റെ പടം നിർമ്മിക്കാൻ ഏതോ മൂലയിൽ മര്യാദയ്ക്ക് കിടന്ന ഒരു പാവം പിടിച്ച പ്രൊഡ്യൂസറിനെ നിർബന്ധിക്കുകയും ഒപ്പം പടമെല്ലാം പൊട്ടിക്കേണ്ട അവസാനം അയ്യോ കഷ്ടമായിപ്പോയി എന്ന് പറഞ്ഞൊരു നടൻ നമ്മുടെ മലയാളത്തിലുണ്ട്. അത് വേറെ ആരുമല്ല, നമ്മുടെ സ്വന്തം മേട്ടൻ. ഫസ്റ്റ് പടം കഴിഞ്ഞ് ഫീൽഡ് ഔട്ടായിരുന്ന മകൻ കാളിദാസിന് എങ്ങനെയെങ്കിലും മലയാളത്തിലൊരു പ്രൊമിനൻറ്റ് സ്റ്റാറാക്കാൻ വേണ്ടി മേട്ടൻ കാണിച്ചു കൂട്ടിയൊരു പടമായിരുന്നു ഹാപ്പി സർദാർ. മേട്ടൻ്റെ ഒരു ബോംബായ മൈഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ നിർമ്മിച്ച അതേ പ്രൊഡ്യൂസർ തന്നെ ഏതോ ഒരു മൂലയ്ക്ക് എൻ്റെ പൊന്നുമേട്ട ഞാനില്ലേ എന്ന് പറഞ്ഞിരുന്നപ്പോഴേക്കും മകനെ വെച്ച് പടം പിടിച്ച് ഞാൻ നിനക്ക് ഹിറ്റ് വാങ്ങിച്ചു തരാടാ എന്നും പറഞ്ഞ് പിന്നെ ആ പാവത്തിനെ വിളിച്ചുകൊണ്ടുപോയി ആ പാവത്തിന് പണി കൊടുത്ത ഒരു ഐറ്റമായിരുന്നു ഇത്. പരംസുന്ദരിയിൽ നോർത്തുകാർ മലയാളം ഭാഷയെ നശിപ്പിച്ചു എന്ന് നമ്മൾ പറയുമ്പോഴും ഇവിടെ തന്നെ ഒരു പടം നോർത്ത് ഇന്ത്യൻ രീതിയിൽ എടുത്തു വച്ച് മലയാളം ഭാഷയ്ക്കിട്ട് നല്ല താങ്ങിയത് നമ്മളാരും കാണാതെയും പോകുന്നുണ്ട്. ഇനി നേരെ കാര്യത്തിലോട്ട് കിടക്കാം. ഹാപ്പി സർദാർ എടുക്കാനായിട്ട് മേട്ടൻ പ്രൊഡ്യൂസർ ഹസീബ് ഹനീഫിൻ്റെ അടുക്ക പോയി കാല് പിടിക്കുകയോ കൈ പിടിക്കുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്തു. ഈ പടം എടുക്കാൻ തീരെ താല്പര്യമില്ലാത്ത പുള്ളിനെ കൊണ്ട് പടം ഒരുവിധം എടുപ്പിച്ച് കഴിഞ്ഞ് ഫ്ലോപ്പായി കഴിഞ്ഞിട്ട് മേട്ടൻ കയ്യും തട്ടി അങ്ങോട്ട് നാട് വിട്ട് ചെന്നൈയിലോട്ട് പോയി. പക്ഷേ നഷ്ടം മൊത്തം വന്നത് പ്രൊഡ്യൂസർ ഹസീബ് ഹനീഫിനായിരുന്നു. ഈ പടം മൂലമുണ്ടായ സാമ്പത്തിക നഷ്ടത്തിന് ശേഷം അദ്ദേഹത്തിന് സ്ട്രോക്ക് പോലുള്ള അസുഖങ്ങളുമുണ്ടായി. അപ്പോൾ പോലും ജയറാമേട്ടൻ അദ്ദേഹത്തെ ഒന്ന് വിളിച്ച് കാര്യം അന്വേഷിക്കുക പോലും ചെയ്തില്ലായിരുന്നു. ഇത് കഴിഞ്ഞ് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങേര് ഈ കോൾ ചെയ്യുന്നത്. ആ കോളിലോട്ട് നമുക്ക് കടക്കാം. എൻ്റെ എന്താ പറയുക, ഞാനിപ്പോഴും കണ്ണനോട് പറയുന്നു, എൻ്റെ ഒരു വാക്കിൻ്റെ പേരിലാണ് കണ്ണ താങ്കൾ അത്രയും പൈസ മുടക്കി കണ്ണന് വേണ്ടി കളഞ്ഞത്. എൻ്റെ ഒറ്റ വാക്കിൻ്റെ പേരിലാണ് ഞാൻ എപ്പോഴും പറയും. പടച്ചോൻ തിരിച്ചു തരും ഏതെങ്കിലും രൂപത്തിൽ. ദൈവം എപ്പോഴും കൂടെ. ഈ സ്ട്രോക്ക് ഉണ്ടായ വിവരം ഒരാൾ പോലും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. ആരും പറഞ്ഞിട്ടില്ല. എൻ്റെ അടുത്ത് ഈ ഡ്രിങ്ക്സിൻ്റെ ഒരു കംപ്ലയിൻ്റ് ഉണ്ടായി, ആശുപത്രിയിലായിരുന്നു, ഇപ്പോൾ എല്ലാം ശരിയായി, കുറച്ച് ക്രിട്ടിക്കലായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഈ സ്ട്രോക്ക് ഉണ്ടായ കാര്യം പറഞ്ഞിട്ടേ ഇല്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ട് അറിയുന്നു പടച്ചോനെ. അപ്പോൾ എന്തായാലും എല്ലാ പ്രാർത്ഥനകളും അടുത്ത പ്രാവശ്യം ഈ മാസം ഒരു 10 ദിവസം കഴിഞ്ഞാൽ കേരളത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ആലപ്പുഴ വരാം, വന്നിട്ട് നേരിട്ട് കണ്ടോളാം. എന്നാൽ ഇതേ പ്രൊഡ്യൂസറിൻ്റെ പെങ്ങളായ നടി ഉഷ പറഞ്ഞത് ജയറാം നാട്ടിലെത്തിക്കഴിഞ്ഞിട്ട് ഇന്നേ വരെ അദ്ദേഹത്തെ കാണാൻ പോലും വന്നിട്ടില്ലായിരുന്നു എന്നാണ്.